സ്തുതിക്കപ്പെടട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമം എല്ലാവരാലും എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമം എല്ലാവരാലും എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമം എല്ലാവരാലും എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയുടെ പരിശുദ്ധ നാമം എന്നതുകൊണ്ട് നമ്മൾ മനസ്സിൽ ഭാവനയിൽ കാണുന്നത് ഈശോയുടെ ഒരു മുഖമാണ്. ഈശോയുടെ തിരുമുഖം കണ്ടുകൊണ്ടാണ് അവിടുത്തെ നാമത്തെ നമ്മൾ ധ്യാനിക്കുന്നത്. നാമം എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുമുഖം എല്ലാവർക്കും പ്രിയപ്പെട്ടതാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈശോയുടെ തിരുനാമം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഈശോയുടെ തിരുമുഖം വണങ്ങപ്പെടട്ടെ, ആരാധിക്കപ്പെടട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മൾ നമ്മുടെ പേര് പോയതിനെ ഓർത്ത്, നമ്മൾ അപമാനിക്കപ്പെട്ടതിനെയൊക്കെ ഓർത്ത് വിഷമിക്കുന്നവരാണ്. എന്നെ പരിഹസിച്ചു, എന്നെ ചെറുതാക്കി കളഞ്ഞു, എന്നെ കഷ്ടപ്പെടുത്തി, എന്നെ കുറ്റപ്പെടുത്തി, എന്നെ കുറ്റിപ്പറഞ്ഞു. ഇപ്രകാരമുള്ള ചിന്തകൾ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കാറുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ മാറി, നമ്മുടെ ഉള്ളിൽ നമ്മൾ കുറഞ്ഞ് ഇല്ലാതെയാവുകയും ഈശോ വളർന്ന് പൂർണ്ണത പ്രാപിക്കുകയും ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം, ഈശോയുടെ പരിശുദ്ധ നാമം എല്ലാവരാലും എല്ലായിടത്തും സ്നേഹിക്കപ്പെടണം. അതിനുവേണ്ടി എനിക്ക് എന്ത് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നാലും അത് നിസ്സാരമാണ്. അതൊന്നും ഞാൻ ഗവനിക്കുന്നില്ല. എൻ്റെ പേര് പോയതിനെ ഓർത്ത് ഞാൻ വിഷമിക്കുന്നില്ല. ഞാൻ പരിഹസിക്കപ്പെട്ടതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നില്ല. ഞാൻ പിറുപിറുക്കുന്നില്ല. ഞാൻ പരിഭവം പറയുന്നില്ല. എൻ്റെ സങ്കടങ്ങളെല്ലാം ഈശോയുടെ പരിശുദ്ധ നാമം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടുക എന്ന നിയോഗത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. എൻ്റെ നഷ്ടങ്ങൾ, എൻ്റെ കോട്ടങ്ങൾ, എൻ്റെ കുറവുകൾ, എൻ്റെ പരിമിതികൾ എല്ലാം ഞാൻ ഈശോയുടെ പരിശുദ്ധ നാമത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി, ആ നിയോഗത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ ഈശോയുടെ പരിശുദ്ധ നാമം എല്ലാവരാലും എല്ലായിടത്തും സ്നേഹിക്കപ്പെടുക എന്ന ആ വലിയ നിയോഗത്തിന് വേണ്ടി, ആ ഒറ്റ നിയോഗത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം.